ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ഒരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ചെമ്മീൻ്റെ ഇവിടെ മുളക് പൊടി, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഗരം മസാല ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മസാലയ്ക്ക് ആവശ്യമായ സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി ഇതെല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചെമ്മീനൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കൂട്ടുകാർ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ കിടന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ബിരിയാണിയുടെ മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് സവാള അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ സവാള ഒന്ന് വാടി വരട്ടെ. അപ്പം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. എന്നിട്ടേ തക്കാളി ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ സവാള വാടി വരുമ്പോൾ സവാളയുടെ ആ പച്ചമണമൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് സവാള വരും. എന്നിട്ട് മാത്രം നമുക്ക് ആ തക്കാളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വാടി വന്നാലേ ആ മസാലയ്ക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതേ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളർ വരും. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴഞ്ഞ് വരട്ടെ കേട്ടോ. ആ മസാല ഒന്നും കൂടി ആ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് വാടി കുഴഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെമ്മീനും ഈ മസാലയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് ഒന്ന് കുഴഞ്ഞ് വരട്ടെ. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി റൈസ് ഉണ്ടാക്കാം. അതിനായി 3 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതെല്ലാം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ അരി കൂടി ആ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അരി ഒന്ന് റോസ്റ്റായിട്ട് ആ നെയ്യിൽ കിടന്ന് ആ അരിയിൽ ആ നെയ്യൊക്കെ ഒന്ന് പിടിച്ച് നല്ലപോലെ വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ ദേ നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ആ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ വിസിലടിച്ചാൽ മതി. നല്ലപോലെ ഇതേപോലെ നമുക്ക് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ റൈസ് ആ മസാലയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ഞാൻ ഇതിൽ നിന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഇങ്ങനെ കുറച്ച് അരിയിട്ട് ചോറ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കട്ട ഇല്ലാത്ത രീതിയിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി മസാല കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളതേ കുറച്ച് മല്ലിയില അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഞാനൊന്ന് ഒരു 5 മിനിറ്റ് കൂടി അടുപ്പത്ത് വെക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇച്ചിരി നെയ്യും കൂടി അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ബിരിയാണിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.